സ്റ്റാർട്ട് ചെയ്ത ഒരു റിസോർട്ടിലാണ്. ഏതാണ്ട് ആലപ്പുഴയിൽ നിന്ന് നമ്മുടെ ആലപ്പുഴ ടൗണിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ അല്ലേ? 3.5 കിലോമീറ്റർ യാത്ര. ആലപ്പുഴ ടൗണിൽ നിന്നൊരു 3.5 കിലോമീറ്റർ. നല്ല വ്യൂ ഉള്ള ഒരു റിസോർട്ടാണിത്. കാണാനും നമ്മളിവിടെ താമസിക്കാൻ നല്ല അറ്റ്മോസ്ഫിയറും നല്ല കാറ്റുകളും അതുകൊണ്ട് ആർക്കും ഇവിടെ വന്ന് താമസിക്കാനുള്ള സൗകര്യം ഇതിൽ ഒരുക്കി തരുന്നതാണ്. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ? എങ്ങനെ ഇതിൻ്റെ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ? നമുക്ക് 12 റൂമാണ് ഇതിലുള്ളത്. അതിൽ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. അത് 16 റൂം, 16 ചെയറുണ്ട് അതിൻ്റെ അകത്ത്. 14 പേർക്ക് ഇരിക്കാം. പിന്നെ മേളിൽ ഒരു 50 പേർക്ക് ഇരിക്കാനും കോൺഫറൻസ് ഹാളുണ്ട്. 12 റൂംസ് AC ആണ്, ഫുൾ AC ആണ്. 24 hours ഹോട്ട് വാട്ടർ സൗകര്യമുണ്ട്. 12 റൂമിലും AC ഉണ്ട്. 12 റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. എല്ലാം ഇത്രയും ഫെസിലിറ്റി ഇല്ലാത്തുണ്ട്. പിന്നെ കായലിൻ്റെ ഫ്രണ്ടാണ്. ബാക്ക് സൈഡിൽ പാടമാണ്. റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ റോഡാണ്. അങ്ങോട്ട് മുഴുവൻ പാടവും എല്ലാം കൊണ്ടും വരുന്നവർക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടും ഇവിടെ അല്ലേ? ശാന്തമായ അന്തരീക്ഷം. പിന്നെ എങ്ങനെയാണ് റൂമിൻ്റെ റെൻ്റൊക്കെ എങ്ങനെ? റെൻ്റ് നമ്മൾ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഉൾപ്പെടെ 2,500 2,500 നമ്മൾ ഒരാൾക്ക് ഒരു ഫാമിലിക്ക് 2,000. അതൊക്കെ കുഴപ്പമില്ലാത്ത റീസണബിൾ ചാർജ്. അപ്പോൾ അതിൽ എക്സ്ട്രാ വരുന്ന ഓരോ പേഴ്സണിനും ഓരോ റൂമിൽ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ 300 രൂപ വെച്ച് എക്സ്ട്രാ ചാർജ് കൊടുക്കണം അല്ലേ? അല്ല ഇപ്പം ഞാൻ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ സംസാരിക്കുന്ന ആൾ ഈ റിസോർട്ടിൻ്റെ ഓണറാണ്. അദ്ദേഹമാണിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം ഒരു ഗസ്റ്റ് വന്നു, 10 പേരടങ്ങുന്ന ഒരു ഗസ്റ്റ് വന്നെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ റൂമിലെടുത്ത് താമസിച്ച് വരാൻ നേരം അവർക്ക് ഒരു ബോട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുള്ളൂ. നിങ്ങൾ ഹൗസ് ബോട്ട് അറേഞ്ച് ചെയ്ത് ഹൗസ് ബോട്ട് ഉണ്ടല്ലേ? ഈ ഹൗസ് ബോട്ടിൽ ആൾക്കാർ വന്ന ഒരു ഡേയും ഒരു നൈറ്റും നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ചാർജ് ടൈം തുടങ്ങുന്നത്? നമ്മൾ 11:30 തൊട്ട് രാവിലെ 11 AM തൊട്ട് പിറ്റേ ദിവസം രാവിലെ 9 മണി വരെയാണ് നമ്മുടെ. അപ്പോൾ 5 മണി വരെയാണ് മൂവ് ചെയ്യുന്നത്. അത് കഴിയുമ്പം ഉച്ചക്കത്തെ ലഞ്ച്, കയറുമ്പോൾ ഒരു വെൽക്കം ഡ്രിങ്ക്, ഉച്ചക്കത്തെ ലഞ്ച്, 4 മണിക്ക് ടീ സ്നാക്സ്, നൈറ്റ് ഫുഡ്. അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൂട്ടിയിട്ടാണ് നമ്മൾ നടക്കുന്നത്. അതിനെന്താ ചാർജ് വരുന്നത്? അതിനാകുമ്പോഴത്തേക്ക് 3 ബെഡ്റൂം ഒരു 10 പേരൊക്കെ ആണെങ്കിൽ ഒരു 18 രൂപ വരും. 3 ബെഡ്റൂം രാത്രി 9 മണി തൊട്ട് രാവിലെ 7 മണി വരെ AC ഉണ്ട്. അപ്പോൾ ഈ ഓടുന്ന സമയത്ത് AC ഇല്ല, അപ്പോൾ കാറ്റുണ്ടല്ലോ, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, നമ്മളിപ്പം രാത്രി ഹോൾട്ട് ചെയ്യുമ്പോൾ ഭക്ഷണം അവർ ചോയ്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു മെനു ഉണ്ട്, അത് വെച്ചിട്ട് അത് കൊടുക്കാം. അത് നമ്മൾ വന്നിട്ട് നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിൽ അവരുടെ റൈസും ദാൽ ഫ്രൈ, 2 വെജിറ്റബിൾ, ചപ്പാത്തി, ചിക്കൻ കറി കൊടുക്കും. പിന്നെ എക്സ്ട്രാ മീൻ കറി വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വെച്ചു. വെജ് ഉണ്ടല്ലോ, വെജ് മാത്രം വരുന്നവർക്ക് ദാൽ ഫ്രൈയും സാമ്പാറോ തോരനോ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടായി അത് കൊടുക്കും. പിന്നെ ഇപ്പം വരുന്ന ആൾക്കാർക്ക് പിന്നെ ഞങ്ങൾക്ക് ഭക്ഷണമൊന്നും വേണ്ട, നിങ്ങൾ ബോട്ട് അറേഞ്ച് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പോൾ അതിന് ചാർജ് വ്യത്യാസം വരുമോ? അത് 250 രൂപ വെച്ച് നമ്മൾ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ 10 പേരുണ്ടെങ്കിൽ അത് കൊള്ളാം, നല്ല പരിപാടിയാണ്. അപ്പോൾ അത്രയും 10 പേരുണ്ട്, നല്ലൊരു 2,500 കുറഞ്ഞു. പക്ഷേ അങ്ങനെ പാടില്ല. ഞാൻ ചോദിച്ചു കിട്ടാൻ പാടില്ല. അപ്പോൾ അല്ല, ഫുഡ് കിട്ടുന്നല്ല, ഞാൻ ആൾക്കാർ അറിയണമല്ലോ, ചോദിച്ചു കഴിഞ്ഞാൽ അറിയണമല്ലോ. പിന്നെ നമ്മുടെ ഡേ ക്രൂസ് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. ഡേ ടൈം എന്ന് വെച്ചാൽ രാവിലെ 11 മണിക്ക് തുടങ്ങി വൈകിട്ട് 5 മണിക്ക് നിർത്തും. അപ്പോൾ കയറുമ്പോൾ ഒരു വെൽക്കം ഡ്രിങ്ക്, 4 മണിക്ക് ഉച്ചക്കത്തെ ലഞ്ച്, അത് കരിമീനും ചിക്കനും ചോറും 2 വെജിറ്റബിളും സലാഡും അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് 4 മണിക്ക് ടീ സ്നാക്സ് കൂട്ടിയിട്ട് 5 മണിക്കാണ്. അതാകുമ്പോൾ പെർ ഹെഡ് ഇപ്പോൾ ഒരു 20-25 പേരുണ്ടെങ്കിൽ നമുക്കൊരു 800 രൂപ വെച്ച് പെർ ഹെഡ് ചെയ്യാം. അത് 10 കുറവാണെങ്കിൽ പോലും നമുക്കതിൽ ടോട്ടൽ പറഞ്ഞു
ടോട്ടല് ഒരു 20 പേർക്ക് മേളിലുണ്ടെങ്കിൽ നമുക്കൊരു 2 ബെഡ്റൂം അപ്പുറത്തേക്കുള്ള ബോട്ട് കൊടുക്കാം. അതാകുമ്പോൾ നമുക്ക് ഒരു 800 രൂപ വെച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ 2 പേരെ ഉണ്ടെങ്കിൽ മിനിമം ഒരു 6000 രൂപ വരും. സ്റ്റാഫിനെല്ലാം സെയിം ശമ്പളം കൊടുക്കണം. ഒരു മണിക്കൂർ അവർക്ക് ശമ്പളം കൊടുക്കണം. പിന്നെ സുരക്ഷിതമാണല്ലേ രാത്രിയിലൊക്കെ നമുക്ക് പോയി കായലിൽ തങ്ങുന്നതിന് നമ്മൾ ഗവൺമെന്റിന് മേടിച്ചിട്ടുണ്ട്, പെർമിഷൻ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ ബോട്ടിന്റെ ഈ കട്ട് നമ്പർ വെച്ച് ഓരോ ബോട്ടിനും ഇത്ര KV എന്നുള്ള രീതിയിൽ വെച്ചിട്ട് കണക്ഷൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഗവൺമെന്റ് അംഗീകരിച്ചത്. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും പ്രശ്നമില്ല. ഇതിനകത്ത് CC ക്യാമറ ഉണ്ടോ? ക്യാമറ എല്ലാത്തിലും ഒന്നുമില്ല, ചെറുതിലൊക്കെ ഉണ്ടാവില്ല. നമുക്ക് ബോട്ടിന് കായലിൽ നടക്കാൻ പോയി ഹാൾട്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്കൊരു കാലിന്റെ നടക്കുക വൈകിട്ട് സൈഡിൽ ഹാൾട്ട് ചെയ്തു. പോലീസിന്റെ നിയമം അനുസരിച്ച് 5 മണി കഴിഞ്ഞാൽ നമുക്ക് ഓടാൻ പറ്റത്തില്ല. 5 മണിയാകുമ്പോൾ നമ്മൾ ഹോൾട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ AC ഒക്കെ ഇട്ട് കിടക്കും. രാവിലെ പിന്നെ 7:30 വരെ എടുക്കത്തുള്ളൂ. നമുക്ക് തലേ ദിവസം എത്ര 11 മണിക്ക് പോകും. 11 മണിക്ക് പോകാം. പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക്. ആ 9 മണിക്ക് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ടോ? ചെക്കൗട്ട് ചെയ്യും. ഓ ശരി. അപ്പം എൻ്റെ കെയർ ഓഫിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് വല്ല കൺസൾട്ടേഷൻ കൊടുക്കുമല്ലോ? അത് നമ്മുടെ ആളുടെ എണ്ണം അനുസരിച്ചിരിക്കും. അല്ല, ഞാനിപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഞാൻ വിളിച്ച പറയുകയാണ് നമ്മുടെ 10 സുഹൃത്തുക്കൾ വരുന്നത്. അവർക്ക് എന്തെങ്കിലും കൺസൾട്ട് ചെയ്ത് കൊടുക്കണമെന്ന് ചെയ്യാൻ പറ്റുമോ? പറയുന്ന റേറ്റാണ് നമ്മൾ പറഞ്ഞത്. ഇത് ഓരോരുത്തർ 24-26 രൂപയൊക്കെയാണ് മേടിക്കുന്നത്. നമ്മളത് 18 രൂപ മേടിക്കുന്നു. 1000 രൂപ 900 രൂപയാണ് ഈ റേഞ്ച് വരുന്നത്. അത് നമ്മൾ 800 പറഞ്ഞു. അത് കോമൺ റേറ്റ് ആണ്, നമ്മുടെ റേറ്റ് ആണ്. അതെ, ഉണ്ടാക്കുന്നത് നമ്മൾ മാത്രം ചെയ്യുന്ന അല്ലല്ലോ. ഇത് എക്സ്ട്രായിട്ട് അങ്ങനെയാണ്. കാറ്റഗറി ഉണ്ടല്ലോ. ഡീലക്സ് വരുമ്പോൾ ഇച്ചിരി കൂടെ വ്യത്യാസം വരും. ഒരു 3000 രൂപ 4000 രൂപയുടെ AC. ബോട്ടിന് തന്നെ വ്യത്യാസമുണ്ടോ? അല്ല, ഡീലക്സ് പകൽ AC വേണമെന്നുണ്ടെങ്കിൽ ഡീലക്സ് ആവും. ഡീലക്സ് ആവും. ഡീലക്സ് ആകുമ്പോഴത്തേക്കും നമുക്കൊരു 3000-3500 രൂപ അഡീഷൻ വരും. ബെഡ്റൂമിന് എക്സ്ട്രാ. ശരി. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ ഈ ഡേയിലൊക്കെ പോവാണെങ്കിൽ AC ആവശ്യമില്ല. നല്ല കാറ്റല്ലേ. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, ആരും ഈ റൂമിൻ്റെ അകത്ത് ഇരിക്കത്തില്ല. എല്ലാവരും ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത്. എല്ലാവരും കാഴ്ച കാണാൻ ആൾക്കാർ വരും. അപ്പൊ എന്തായാലും കാര്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഞാനിത് യൂട്യൂബിനകത്ത് ഇട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ പറയാം. അപ്പം